ഭാവഗായകൻ പി ജയചന്ദ്രന്റെ യാത്രാമൊഴിയേകി കേരളം. പരവൂർ ചേന്ദമംഗലം പാലിയത്ത് തറവാട്ടിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്നായി നൂറുകണക്കിന് സംഗീതാസ്വാദകർ തങ്ങളുടെ പ്രിയപ്പെട്ട ഗായകന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വഞ്ചനാവലിയായിരുന്നു ഭാവഗായകന്റെ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നത്. മകൻ ദിനനാഥനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ഇന്നലെ രാവിലെ പൂങ്കുന്നം തെട്ടേക്കാട്ടിലയിലെ വീട്ടിലും തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ശേഷം തിരികെ മണ്ണത്ത് വീട്ടിൽ എത്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ജയചന്ദ്രൻ പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു. പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നായിരുന്നു പി ജയചന്ദ്രനെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നീട് മരണം സംഭവിക്കുന്നതും. അർബുദ രോഗബാധത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 9 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ആശുപത്രി വിട്ട ദിവസം തന്നെയാണ് മരണം. മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ ഗാനങ്ങൾ പാടി. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. 2020-ലെ കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. ജയചന്ദ്രന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. സമാനതകളില്ലാത്ത ഭാവാവിഷ്കാരമായിരുന്നു ജയചന്ദ്രന്റെ ഗാനാലാപനത്തെ സമകാലീനരിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. തലമുറകളുടെ ഹൃദയം കവർന്ന നാദവിസ്മയമാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചു. ഇത് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം. അമ്മാവ ഇരുന്നോളൂ. പെയിൻ ചെയ്യണ്ട. ഈ ഇതിനുള്ളിൽ വെക്കുന്നത് പുറത്ത് വെക്കാൻ